മ്യാൻമാറിൽ നിന്നും 900-ലധികം വരുന്ന കൂക്കി സായുധ സേന അംഗങ്ങൾ മണിപ്പൂരിലെത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന മലയോര ജില്ലകളിൽ കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത് എന്ന് സംസ്ഥാന സർക്കാരിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലീസ് ഡയറക്ടർ ജനറൽ, സുരക്ഷാ ഉപദേഷ്ടാവ്, ആഭ്യന്തര കമ്മീഷണർ എന്നിവർക്ക് നൽകിയ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരുന്നത്. ഇത് മെയ്തേയികൾ താമസിക്കുന്ന താഴ്വാര പ്രദേശങ്ങളിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 16-നാണ് ഇന്റലിജൻസ് വിവരം ലഭിക്കുന്നത്. ഡ്രോൺ അധിഷ്ഠിത ബോംബുകൾ, പ്രൊജക്ടൈലുകൾ, മിസൈലുകൾ, വനത്തിൽ യുദ്ധം ചെയ്യൽ എന്നിവയിൽ പരിശീലനം ലഭിച്ച 900-ലധികം കൂക്കി ആയുധധാരികൾ മ്യാൻമാറിൽ നിന്നും മണിപ്പൂരിലെത്തിയെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. 30 യൂണിറ്റുകളായി ഇവരെ തരംതിരിച്ചിട്ടുണ്ടെന്നും ഇവർ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുകയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗിന്റെ അധ്യക്ഷതയിൽ സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ അടിയന്തര യോഗം ചേർന്നിരുന്നു. ഇന്റലിജൻസ് വിവരങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തുവെന്ന് കുൽദീപ് സിംഗ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് സെപ്റ്റംബർ 1 മുതൽ വീണ്ടും ആക്രമണ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഡ്രോൺ, മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 10 അടി നീളവും 30 കിലോഗ്രാം തൂക്കവുമുള്ള വിക്ഷേപിക്കാത്ത ഒരു റോക്കറ്റും ഉപയോഗിക്കാത്ത 3 എണ്ണവും കണ്ടെടുത്തതായി കുൽദീപ് സിംഗ് വ്യക്തമാക്കി. ഡ്രോൺ ആക്രമണ കേസ് NIA ആണ് അന്വേഷിക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ആഭ്യന്തര സംഘർഷ മേഖലയിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. മണിപ്പൂരിൽ 1.5 വർഷമായി തുടരുന്ന കലാപത്തിനിടെ പോലീസ് സ്റ്റേഷനുകളടക്കം ആക്രമിച്ച് ആയുധങ്ങൾ കടത്തിയിരുന്നു. ഇത്തരത്തിൽ 6000-ലധികം ആയുധങ്ങൾ നഷ്ടമായെന്നാണ് സർക്കാർ കണക്ക്. അതേസമയം വിവിധ സമയങ്ങളിലായി 2681 ആയുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു. കലാപകാരികളുടെ കൈവശം നേരത്തെ തന്നെ ആയുധമുണ്ടായിരുന്നു എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ആയുധങ്ങൾ കടത്തൽ, ആക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ട് 530ഓളം പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ആയുധങ്ങളും ഡ്രോണുകളും ബോംബുകളുമെല്ലാം പ്രാദേശികമായി നിർമ്മിക്കുന്നതല്ലെന്നും മ്യാൻമാർ വഴിയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നും ഇവയെക്കുറിച്ച് പഠിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട്. അതിർത്തിയിൽ പലയിടത്തും സുരക്ഷാ വേലിയില്ലാത്തത് ആയുധങ്ങൾ കടത്താൻ സഹായകരമാകുന്നുണ്ട്. അതിർത്തി മുഴുവനായി വേലി കെട്ടി സംരക്ഷിക്കാൻ ഉടൻ സാധ്യമല്ല. അതിനാൽ തന്നെ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കുകയാണ് ഉടനടി ചെയ്യേണ്ടതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. നിലവിൽ സുരക്ഷാ സേനകൾക്ക് ഇത്തരത്തിലുള്ള ഡ്രോൺ അറ്റാക്കുകളെ ചെറുക്കാനുള്ള പഴുതടച്ച സംവിധാനമില്ല എന്നതും വെല്ലുവിളിയാകുന്നുണ്ട്. കൂക്കി വിഭാഗങ്ങളാണ് ഡ്രോൺ ഉപയോഗിക്കുന്നത് എന്നാണ് മെയ്തേയ് വിഭാഗക്കാരുടെ ആരോപണം.